Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay, നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? ഒരു ചാർട്ട് ആയിരുന്നു മിസ്. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റർ കെയർ. ചാർട്ട് അല്ലേ? Implementing strategies to improve patient. അതെ മിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കി കാണും. തീർച്ചയായിട്ടും വലിയ കുഴപ്പമില്ലാതെ തന്നെ മനസ്സിലാക്കി കാണും അല്ലെ? കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടു നോ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അപ്പൊ നമ്മൾ കണ്ടു അവിടെ എന്താണ് എപ്പോഴും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് വരാം. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ നന്നായിട്ട് നമ്മുടെ അവിടെയുള്ള പേഷ്യൻസിനെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? ഇൻ കേസ് സ്റ്റാഫുകൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് പേഷ്യൻസിന്റെ ഇടയിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അതിനുള്ള ഒരു അല്ലെ ഒരു സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അവരെ കൊണ്ട് ഓവർ ഡ്യൂട്ടി ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ കൂലി കൊടുക്കാതിരിക്കുകയോ ഒരുപാട് സ്ട്രെസ് കൊടുത്ത് വർക്ക് ലോഡൊക്കെ കൊടുത്ത് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നത് പേഷ്യൻസ് ആയിരിക്കും. പേഷ്യന്റ് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നെസസറി ടു കീപ് എ പ്ലസ് ഓഫ് പൾസ് ഓൺ ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്സ് പെർഫോമൻസ് അറ്റ് റെഗുലർ ഇന്റർവൽസ്. നമ്മൾ എപ്പോഴും തന്നെ എന്താണ് തീർച്ചയായിട്ടും അവിടെയുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ കൈകാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് അത് കൃത്യമായ ഇടവേളകളിൽ ഒന്ന് കൂട്ടിച്ചേർത്തൊക്കെയോ ഓക്കെയാണോ അവിടെ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഒക്കെ റെഗുലർ ആയിട്ട് നിന്ന് നിരീക്ഷിച്ചൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. അപ്പൊ ആരാണ് ബെറ്റർ പേഷ്യന്റ് കെയർ തരാനായിട്ട് സാധ്യമായ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്? അത് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഹാപ്പി സ്റ്റാഫാണ് അല്ലെ? സന്തോഷമുള്ള സ്റ്റാഫുകളാണ് ബെറ്റർ പേഷ്യന്റ് കെയർ ലഭ്യമാക്കുകയുള്ളൂ അല്ലെ? അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. If a patient is not satisfied with their visit, there's a possibility that the patients will choose for a service from another provider. അതായത് നമുക്കറിയാം സ്റ്റാഫുകൾ നല്ല രീതിയിലുള്ള കെയർ ചെയ്ത് തന്നില്ല എങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനോട് ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് അവർ തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അവർ തയ്യാറാവോ? ഇല്ല. അപ്പൊ എന്താണ് അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ? ഇനി എന്തെങ്കിലും അസുഖം പോയി മേലാളി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ അവരുടെ ആ ഒരു അല്ലെ അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് അത്രയും നേരം പിടിച്ചില്ല എന്നുള്ളൊരു മനോഭാവമായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊവൈഡേഴ്സ് അവർ തരുന്ന സേവനം തരുന്ന വ്യക്തികൾ നല്ല രീതിയിൽ തന്നെ തരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. Therefore, it's necessary to listen to the patients, which will make them feel strengthened. Okay. അല്ലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ അല്ലെ വളരെ ശക്തിപ്പെടാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ പേഷ്യന്റ് കെയർ കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു നല്ല രീതിയിലുള്ള അല്ലെ ഒരു ശക്തി എന്താ പറയുക അവർക്ക് നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും ശക്തിപ്പെടുന്നത്. അതല്ല എങ്കിൽ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് ബാഡ് ആയിരിക്കും. അവർ വേറെ ഹോസ്പിറ്റലൊക്കെ തെരഞ്ഞെടുത്ത് പോകാനായിട്ടുള്ള സാധ്യത. ഓക്കെ അല്ലേ? അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കുഞ്ഞു പോയിന്റ് ഉണ്ട്. ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. ഓക്കെ. നെക്സ്റ്റ് നോക്കുക. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ
to improve staff performance. Hospital to improve staff performance. എങ്ങനെയാണ് ഇനി സ്റ്റാഫ് പെർഫോമൻസ് അപ്പൊ ബെറ്റർ ആക്കിയാലാണ് പേഷ്യന്റ് കെയർ കിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണ് അവർ ചിന്തിക്കുന്നത് ഹോസ്പിറ്റലുകാര് എങ്ങനെയാണ് ഈ സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിലെ ഫസ്റ്റ് നോക്കാം. ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. എപ്പോഴും എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെസ് ഒന്നും കൊടുക്കാതെ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി സിറ്റുവേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. Then ensure hospital staff understand their responsibilities. Okay, മനസ്സിലാക്കുക എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അല്ലെ നല്ല രീതിയിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണുള്ളത് അവർക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ആരെല്ലാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടി എന്താണ്, ഇനി പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എന്റെ ഹോസ്പിറ്റലിൽ എന്താണ് ഡ്യൂട്ടി, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. Then conducting hospital employee satisfaction surveys. Okay, ഈ ഇതേമാതിരി തന്നെ നമ്മളിപ്പോ എംപ്ലോയീസിന്റെ മീൻസ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ ഒന്ന് കണ്ടക്ട് ചെയ്യുക. സ്റ്റാഫുകളുടെ ഇടയിൽ ഇടയ്ക്ക് സർവേ നടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണോ അറേഞ്ച് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അവരവരുടേതായിട്ടുള്ള ഫീഡ്ബാക്കുകൾ പറയും. തീർച്ചയായിട്ടും എന്താണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള ഇതികൾക്ക് അല്ലെ കൃത്യമായിട്ടുള്ള ആൻസറുകൾക്ക് അടിസ്ഥാനത്തിന് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ അവർക്ക് എടുക്കാനായിട്ട് മാനേജ്മെന്റിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ അവരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ് ടു എൻഹാൻസ് ദിയർ പെർഫോമൻസ്. ഓക്കെ, ഇനി ഇൻ കേസ് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത സ്റ്റാഫുകളാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് അവർ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ച് അതിനനുസരിച്ചിട്ട് നടപടികൾ സ്വീകരിക്കാം. മോട്ടിവേറ്റ് അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക അല്ലെ. ഇപ്പൊ നല്ല കാര്യങ്ങൾ ഇതിൽ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഓവർലോഡ് ചെയ്തില്ല ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് ഓക്കെ ഞാൻ ഇത്രയും ചെയ്തപ്പോ അവരെ കണ്ടു അല്ലെ, എന്നെ വിലയിരുത്തി എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ, ആ സ്ഥാപനത്തിനോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് വരുന്ന അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടി മോർ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിച്ച് അവിടെ പേഷ്യന്റിനെ തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ബെസ്റ്റ് പെർഫോമൻസ് എന്തായാലും അല്ലെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ കോമ്പൻസേഷൻ ഒക്കെ കൊടുത്ത് റിവാർഡുകളൊക്കെ കൊടുത്ത് അവരെ എന്താണ് ഒന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തില് നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പ്രചോദനം അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയറാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അതിന്റെ തന്നെ ഒരു ചാർട്ടാണ്. ആ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം. ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ജസ്റ്റ് നോക്കാം. implementing performance strategies to improve staff productivity. അല്ലെ,
അവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, നമ്മള് ഇത്തരത്തിലുള്ള പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ്ലി ഇംപ്രൂവ് ദ വർക്ക് എൻവയൺമെന്റ്, അതായത് വർക്കിംഗ് പശ്ചാത്തലം അല്ലെ. അവിടെ നമുക്കറിയാം എന്താണ് അവര് അല്ലെ അവരുടെ വർക്കേഴ്സിന് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി കൊടുക്കാം. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സംഘടിപ്പിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇൻ കേസ് എന്താണ് ഒരു ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിനാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ കമ്പ്യൂട്ടർ സിസ്റ്റവും അതിനാവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇൻ കേസ് വരുന്നവർക്ക് അല്ലെ അവര് ക്യൂ ആയിട്ട് നിന്ന് അവർക്ക് ഓരോ മെസ്സേജുകൾ കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അല്ലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്, ഒക്കെ എല്ലാവരും ബഹുമാനത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള മനോഭാവം കാണിക്കുക. നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഓരോ ഡ്യൂട്ടിക്കും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അന്തസ്സുണ്ട്. ഏത് ജോലിയാണെങ്കിലും ആ ജോലിക്ക് ആ ജോലിയുടേതായിട്ടുള്ള അന്തസ്സുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരു അസംഷനിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അന്തസ്സോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവും. തീർച്ചയായിട്ടും നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി അല്ലെ. അതായത് എന്തെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും അവരോട് ചോദിച്ച് അല്ലെ സർവേ നടത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കളക്ട് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് വേരിയേഷൻസ് ഒക്കെ വരുത്തി എന്തെങ്കിലും നിയമങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. Then be empathetic and motivating non performers. ഇൻകേസ് നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കാത്ത നോൺ പെർഫോമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ എന്താണ് ഒരു സിമ്പതിയോട് കൂടിയിട്ട് തന്നെ ഒരു പ്രാവശ്യം വയ്ക്കുക അല്ലെ, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാണിംഗ് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നന്നായിട്ട് ചെയ്യുന്നവർ ഒന്നുകൂടെ പ്രോത്സാഹനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് എന്താണ് കുറച്ചും കൂടി റിവാർഡുകളൊക്കെ കൊടുത്ത് എന്താണ് അവരെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്ത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് ആദ്യമേ തന്നെ വർക്കേഴ്സിനേക്കാൾ കൂടുതൽ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട എൻവയൺമെന്റ് പശ്ചാത്തലങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യുക. പിന്നെ എന്താണ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്, എല്ലാവരും തമ്മിൽ ബഹുമാനാർത്ഥം തന്നെ വർദ്ധിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി, അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ റെഗുലർ ആയിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷൻ വരുത്തുന്നതൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്, അതായത് അധികം പ്രകടനം കാഴ്ചവെക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അക്നോളജ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്, ഇൻ കേസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അക്നോളജ് അല്ലെ. തീർച്ചയായിട്ടും എന്താണ് അവരെ റിവാർഡുകളൊക്കെ കൊടുത്ത് ബെസ്റ്റ് പെർഫോമർ ആണെങ്കിൽ റിവാർഡുകളൊക്കെ കൊടുത്ത് അവരെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെയാണോ? ഓക്കെയാണോ? ഇത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ എല്ലാം വിവരിക്കാനൊന്നായിട്ടൊന്നല്ല, നിങ്ങൾക്കറിയാം ചെറിയ ചെറിയ രീതിയിലൊക്കെ സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസുകൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ചെറുതായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അയച്ചു നോക്കേണ്ടതുണ്ടോ? നോക്കേണ്ടതുണ്ടോ? വായിച്ചു നോക്കാം. വായിക്കേണ്ടതുണ്ട്, വായിച്ചു നോക്കാം. ചോളൂ.
ഓക്കെയാണ്. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. To know miffed and angry patients. എന്താണ് angry patients അല്ലെങ്കിൽ miffed patients എന്ന് പറയുന്നത്? ഈ ഹോസ്പിറ്റലിൽ വരുന്നവരൊക്കെ എന്തായിരിക്കും, രോഗാവസ്ഥയിലൊക്കെ വരുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അവരൊക്കെ നല്ല എന്താ പറയാ, നല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്താണ് അപ്സെറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവരെന്താണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്താണ് വിഷമൊക്കെ പിടിച്ച് അല്ലെ, ഒരു ദേഷ്യപ്പെടുന്ന ഒരു അപ്സെറ്റ് മൈൻഡോടും കൂടിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ എല്ലാവരും എങ്ങനെയാണെങ്കിലും കുറച്ചു പേർക്കൊക്കെ സഫർ ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ, സഹിക്കാനൊക്കെ ആയിട്ട്. ചിലർക്ക് പക്ഷെ അതിക്രമം അല്ലെ, നമുക്കൊരു പെയിനും കാര്യങ്ങളൊക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് അപ്സെറ്റ് മൈൻഡോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് അല്ലെ, ആംഗ്രി പേഷ്യൻസ്, ദേഷ്യപ്പെടുന്ന പേഷ്യൻസ്, അവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. The next, every hospital meets situations where they should deal with angry patients. എല്ലാ ഹോസ്പിറ്റലിലും ആരെയും എന്താ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നാ പറയുന്നത്. ഡീൽ ചെയ്യുന്നതായിട്ട് വരുന്ന പറയുന്നത് ആംഗ്രി പേഷ്യൻസ് അല്ലേ. അല്ലെ, ഓക്കെ. ആംഗ്രി പേഷ്യൻസിന്റെ മറ്റൊരു പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ആംഗ്രി പേഷ്യൻസ്, മിഫ്ഡ് പേഷ്യൻസ്. അത് മറക്കാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ കാരണം ഓപ്ഷൻസ് തരുമ്പോൾ മിഫ്ഡ് പേഷ്യൻസ് പറഞ്ഞുകൊണ്ടായിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവും, ഇത് എന്ത് പേഷ്യന്റ് ആണെന്നുള്ളത്. അതേമാതിരി തന്നെ സാറ്റിസ്ഫാക്ടറി പേഷ്യൻസിനെ പറയുന്ന മറ്റൊരു പേര് അതും വളരെയായിട്ട് പഠിക്കേണ്ടതാണ്. ഒരിടത്തില്ല എന്ന് തോന്നുന്നു, എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല, പറഞ്ഞു പോയിട്ടുണ്ടാവും. കണ്ടന്റഡ് പേഷ്യൻസ് എന്തായാലും ഇന്നത്തുള്ളതാണ്. നിങ്ങൾ അത് ആ സമയമാകുമ്പോൾ പഠിച്ചു പോയാൽ മതി. ഇപ്പൊ അല്ലെ, ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു പദം മിഫ്ഡ്, MIFFED, മിഫ്ഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാലും ആംഗ്രി പേഷ്യൻസ് തന്നെ. ഓക്കെ, ഓക്കെ, ഇതായാലും നോക്കാം. ഓക്കെ, ഗുഡ്. അത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് to know miffed and angry patients അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവര് പറയുന്നത് ഓക്കെയാണ്, every hospital meets situations where they should deal with the angry patients. എല്ലാ ഹോസ്പിറ്റലാണെങ്കിലും ഇത്തരത്തിലുള്ള angry patients ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. It's a challenging task to cope with the situation and especially when they exhibit their frustration on hospital. Okay, നമുക്കറിയാം പ്രധാനമായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്, അവര് ഹോസ്പിറ്റലിൽ എപ്പോഴും എന്താണ് എന്തെങ്കിലും ഒരു നിരാശാജനകമായിട്ടുള്ള രീതിയിലായിരിക്കും അവര് പെരുമാറുന്നത് അല്ലെ. അവരതായിരിക്കും, ആ രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നത്, എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുന്നത്. Patients can be upset because of various reasons such as delay in appointments, long patient wait times, wrong diagnosis and treatment, then absence of quality care and a lot of that. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ പെയിൻ ആയിട്ട് വരുമ്പോഴുണ്ടാവുന്ന അബ്സെന്റിസം മാത്രമല്ല, അല്ലാതെ നമ്മൾ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ ദേഷ്യപ്പെടാനായിട്ടുള്ള സാഹചര്യം ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാവും അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യുക അല്ലെ. ഒരു ഓഫീസിൽ വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് മുതലേ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നു ഡോക്ടർമാരുടെ അടുത്താണെങ്കിലും. അതെ, അപ്പൊ ഇൻ കേസ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് അപ്സെറ്റ് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറയുന്നത് എന്താണ്, ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ് ഡിലേ ആകുമ്പോൾ, ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, ഒരുപാട് നേരം പേഷ്യന്റ് വെയിറ്റ് ചെയ്യേണ്ട വരുമ്പോൾ, റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, അതായത് തെറ്റായ രോഗനിർണയമൊക്കെ നടത്തുമ്പോൾ, എന്താണ് ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ ആൻഡ് എ ലോട്ട് മോർ, അതായത് ക്വാളിറ്റി ഗുണമേന്മയുടെ കാര്യത്തിലും അല്ലെ ആബ്സെൻസ് ആണ് എങ്കിൽ, അതല്ലെങ്കിൽ ലോങ് പേഷ്യന്റ് വെയിറ്റ്, ഒരുപാട് സമയം പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യും. കുട്ടികളുടെ ഒക്കെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ എന്താണ് പേഷ്യന്റിന് അല്ലെങ്കിൽ പേഷ്യന്റിനോടൊപ്പം വരുന്ന റിലേറ്റീവ്സ് കസിൻസിനൊക്കെ എന്താണ് ആംഗ്രി അല്ലെ ദേഷ്യം വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരിയല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് എങ്ങനെയൊക്കെ ആംഗ്രി പേഷ്യൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം, ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യം.
ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യാം. അതായത് നോർമൽ ഡയഗ്നോസിസ് അല്ലെ, നമ്മള് രോഗം നിർണയം തെറ്റായി വരുമ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ടൈംസ് എടുക്കുന്ന സാഹചര്യങ്ങളില്, അപ്പോയിന്റ്മെന്റ് ഡിലേ ചെയ്യാവുന്ന സാഹചര്യങ്ങളില്, ക്വാളിറ്റി കെയർ അല്ല അതിന്റെയൊക്കെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും പേഷ്യന്റ് ദേഷ്യപ്പെടാനായിട്ടുള്ള സാധ്യത വരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടേതായിട്ടുള്ള പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് ദേഷ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. And if hospitals don't address their issues, they might even face legal threats from patients. Okay, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, if hospitals do not address their issues, they might even face legal threats from patients. അപ്പൊ അവിടെ എന്തെങ്കിലും നിയമ നടപടികളുമായിട്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. Hospital cannot disregard such situations, so it's better to learn how to cope with the patients. Okay, എങ്ങനെയാണ് ഈ പേഷ്യൻസുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ എന്തെങ്കിലും കാര്യം കൊണ്ട് അപ്പോയിന്റ്മെന്റ് ഡിലേ ആയി, അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്തെങ്കിലും തെറ്റായി ആണ് അവർക്ക് കബളിപ്പെടുത്തി കൊടുത്തത്, അങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും അത് എങ്ങനെയെങ്കിലും ഒതുക്കി പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് അല്ലെ. ഏതായിരിക്കും ശരി? കോപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലും പരസ്പരം പറഞ്ഞ് ഒതുക്കിയാലേ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ടാണ് ആദ്യം നോക്കേണ്ടത് അല്ലെ. അത് വലിയ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ അത് ബാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് അല്ലെ, ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസുമായിട്ട് എങ്ങനെ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ പല കോർപ്പറേറ്റീവ് മൈൻഡോട് കൊണ്ടുവരാൻ സാധിക്കും ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർ നല്ലൊരു ചിന്ത നടത്തും. Then hospitals cannot disregard such situations, so it's better to learn how to cope with the patients. Okay, ചിലപ്പോഴൊക്കെ എന്താണ് ഇതില് അല്ലെ, ഡിസ്റിഗാർഡ് സച്ച് സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കാരണം വലിയ താല്പര്യം കാണിച്ചെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണ് വരുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയുന്നത്, സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ്, എങ്ങനെയാണ് പേഷ്യൻസ് ഇതിനോട് സഹകരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്. As a care provider situations, so it's better to learn how to cope with patients. As a care provider, hospitals need to release the warning sign and control the situations before it gets worsened. Okay, അത് വഷളായി പോകുന്നതിന് മുമ്പ് തന്നെ അതിനെതിരെ ഒരു പരിഹാര നടപടികളിലേക്കൊക്കെ പോയി അതിനൊരു തിരിച്ചുമറിച്ച് അല്ലെ, നമ്മൾ പറയുന്നത് ഒരു ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ടുള്ള നല്ല സൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആക്കി മാറ്റണം. അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ ആ സിറ്റുവേഷനൊക്കെ വഷളായതിനു ശേഷമാണെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. And we need to create a best practices and follow them to handle angry patients. Angry patients നെ കൈകാര്യം ചെയ്യുന്ന ചാർട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചാർട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ആ ചാർട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കാം ആ ചാർട്ട്.
ഓക്കെ, അപ്പൊ നിങ്ങൾ ചാർട്ട് നോക്കി. ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നോക്കാം. അതായത് implementing strategies to deal with the angry patients. Firstly, നമ്മൾക്ക് അറിയാം acknowledge and listen to patients, complaints, family. അവരിപ്പോ ഒരു കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റ് സംഭവിച്ചെങ്കിൽ അവരെന്താണ് കംപ്ലൈന്റ് കൊണ്ടുവന്നേക്കണേന്നുള്ളത് അത് ലിസൺ ചെയ്യുക, ശ്രദ്ധിക്കുക, അവരെ കേൾക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ആദ്യം തന്നെ ശ്രമം നടത്തണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അതിന്റെ മൂല കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുക. അത് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് അവോയ്ഡിങ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. ഓക്കെ, നമുക്കറിയാം പ്രതിരോധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക വിത്ത് എംപതി. എന്ന് വെച്ചാൽ അവരിപ്പോ അവരുടെ ഭാഗത്താണ് ചിലപ്പോൾ ശരിയെങ്കിലേ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കിടന്നുകൊണ്ട് ഇത് തീർപ്പാക്കുന്നതിന് പകരം എന്താണ് ഒരുപാട് അവരെ ഫോഴ്സ് ചെയ്ത് ഒന്നും കൂടിയും അവരെ എന്താണ് മോശത്തിലാക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഡിഫെൻസീവ് ആയിട്ട് അവിടെ പ്രതിരോധത്തിലാക്കാതെ റെസ്പോണ്ട് ചെയ്യുക, ഒരു എമ്പതിയോട് കൂടിയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Then make the patients feel that their concerns are taken seriously. Okay, നമ്മുടെ തീർച്ചയായിട്ടും എന്താണ് സീരിയസ് ആയിട്ട് തന്നെ പേഷ്യന്റിന്റെ ആ ഫീലിങ്സിനെ നമ്മൾ എടുക്കുക. പേഷ്യന്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ലിസൺ ചെയ്യുക, കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല അവിടെ ഡിഫെൻഡ് ചെയ്തിട്ട് അവിടെ പ്രതികൂട്ടിലാക്കിയിട്ട് നമ്മൾ നിർത്താതെ എന്താണ് അവരോടൊപ്പം ചേർന്ന് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക, ഇതൊക്കെയാണെന്നുള്ള കാര്യം. Then make the patients feel that concerns are taken seriously. അതിനുശേഷം നമുക്കറിയാം സീരിയസ് ആയിട്ട് അവരുടെ ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം. Then apologize and take quick action to settle the problems. Okay, നമ്മൾ ക്ഷമാപണമൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സോൾവ് ചെയ്യാനായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക. Then communicate clearly about what you can do about the situations. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് ആളെ ഡിലേ ആക്കാതെ തന്നെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക. എന്താണ് ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ, സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം അവരോട് ആശയവിനിമയം നടത്തി പങ്കുവയ്ക്കുക. അതായത് നമ്മളായിട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹോസ്പിറ്റലിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രോബ്ലം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അവിടെ എന്താണ് ആ പേഷ്യന്റിനോടൊപ്പം ചേർന്ന് വലിയ ലീഗൽ നടപടികളൊന്നും സ്വീകരിക്കാതെ തക്ക വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കൊണ്ടുപോകുക, അതാണ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോയത്. ഓക്കെയാണോ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ, പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതെല്ലാം വീണ്ടും ഇങ്ങനെ ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതായത് സെന്റൻസ് രൂപയിൽ നോക്കുക. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. നിങ്ങൾക്ക് വായിച്ചാലൊക്കെ മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് നോക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. അതായത് ഒരു ദീർഘനിശ്വാസം വലിച്ചിട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് കാമായിട്ട് ശാന്തമായിട്ട് അവരുടെ പെർഫോമൻസ് കേൾക്കാനായിട്ടുള്ള അവസരം കൊടുക്കുക. Gather all the details about the patient's disease and the treatment provides. Gather all the details about the patient's diseases and treatment provided to him. Okay, നമ്മൾ ഇതുവരെ ശേഖരിച്ച അല്ലെ പേഷ്യന്റിൻ്റെതായിട്ടുള്ള ഡിസീസസ്, അസുഖങ്ങൾ എന്താണെന്നുള്ളത് അത് തുറന്നു അല്ലെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത അത് തുറന്നു പറഞ്ഞ് മറ്റൊരു നിന്ന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് തേടിയെടുക്കുക. സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പേഷ്യൻസ് ടു ഡയറക്ട് റീസൺസ് ബിഹൈൻഡ് ദെയർ ഔട്ട്ബേസ്റ്റ്. അതായത് നമുക്കറിയാം എന്താണ് ക്വാളിറ്റി ടൈം. ഒരു പേഷ്യന്റിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ഓക്കെ എന്നാൽ നേരെ പ്രോബ്ലം പിന്നെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് നേരെ പോയി ലീഗൽ ഇഷ്യൂ ചെയ്യും അല്ലെ.
അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തിരക്കിലാണ് പെട്ടുള്ളത് എങ്കിലും അവിടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ പരമാവധി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ പരമാവധി വലിയ വലിയ ഇതിലേക്ക് നൂലാമാലയിലേക്കൊന്നും പോകാതെ തന്നെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കാം. സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പേഷ്യന്റ് ഡിഫക്ട് റീസൺ ബിഹൈൻഡ് ദർ ഔട്ട്ബേഴ്സ്. അവരോടൊപ്പം തന്നെ ചേർന്ന് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ കേൾക്കുക. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദർ ഇഷ്യൂസ്. ഓക്കെ, അവർക്കൊക്കെ ഒരു ദയോട് കൂടിയിട്ട് സോൾവ് ചെയ്യാനൊക്കെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചിലപ്പോഴെങ്കിലും അവർ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡെയിലി ആയിട്ട് എന്താ പറയുക രാവിലെ കൊണ്ട് ഉച്ചവരെ വെച്ചിട്ടായിരിക്കും ഇപ്പോഴും വരാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർക്ക് ദേഷ്യം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ചാർട്ടുകളൊക്കെ പരിശോധിച്ചിട്ട് അല്ലെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വ്യവസ്ഥ പ്രകാരം അവർക്ക് നേരത്തെ കാണാനായിട്ട് സാധിക്കുമോ, അല്ലെ ഇനിയും ഡിലേ ആക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട്. വീണ്ടും എന്താണ്, അവോയ്ഡ് ഗിവിംഗ് അവേ ടു ആംഗ്രി എഗ്രിമെന്റ്സ് ആയിട്ട് ഡിഫെൻഡ് അഗൈൻസ്റ്റ് സ്ട്രീറ്റ്. അതേമാതിരി തന്നെ എന്താണ് ആർഗ്യുമെന്റ്സ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഇതുകളുണ്ടെങ്കിൽ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതിനൊക്കെ ചെറുത്ത് നിന്നുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. Protect legally by carefully documenting clinical and administrative complaints. അതായത് നമുക്കറിയാം എന്താണ് ലീഗലി നിയമപരമായിട്ട് തന്നെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കംപ്ലൈൻസുകളൊക്കെ എന്താണ് ലീഗലി നിയമപരമായി തന്നെ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. ചിലപ്പോഴെങ്കിലും എന്താണ് ടെക്നിക്കൽ എറേഴ്സുകളൊക്കെ കാണിക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചെയ്യണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്കൊരു ചെറിയ ഭാഗം കൂടി എടുത്തത് എടുക്കാം. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആക്കി പോകുന്നില്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇംപ്രൂവ് പേഷ്യൻസ് എക്സ്പീരിയൻസ്. അല്ല, ഇംപ്രൂവ് പേഷ്യൻസ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് പേഷ്യൻസിന്റെ ഈ അനുഭവങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യമാണ്. Most doctors spend a short span of time in which they want to complete the various tasks, from catching up with the patients, understanding their concerns, and providing the required treatment. In such cases, it could be difficult for doctors or address all the problems of the patients. Okay, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് most of the doctors spend a short span of time, അല്ലെ ഒരു നിശ്ചിത സമയം മാത്രമാണ് complete various tasks from catching up the patients. എന്നുവെച്ചാൽ
നമ്മളിപ്പോ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലും. ഡോക്ടറുടെ അടുത്ത് നമ്മൾ വയ്യായികയായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇനി എന്ത് പറയണം, പിന്നെ 2 ദിവസമായിട്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പൊ ഡോക്ടറെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളുടെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോണത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് തീർക്കാനുള്ള സമയം കിട്ടിയത് വരില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്ത് പുറത്തേക്ക് കഴിയും, ഞാനത് പറഞ്ഞു എന്തൊക്കെ ആലോചിച്ച് വിശദമാണല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടാവാറുണ്ടാവും. ഒരു നിശ്ചിത സമയമായിരിക്കും അലോട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ പൊതുവെ തിരക്കേറിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ പറഞ്ഞു തീർക്കാനായിട്ട് പറ്റിയിരുന്നില്ല അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, ഒരു നിശ്ചിത സമയം അല്ലെ. ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയം മാത്രമാണ് അവരുടെ സ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെന്താണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്താണ് ആവശ്യം അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേ വേണം. അപ്പൊ in such cases it would be difficult for doctors to address all the problems of the patients. ഈ പറഞ്ഞുള്ള എല്ലാ പേഷ്യൻസിന്റേതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അവർക്ക് മനസ്സിലാകണമെന്നില്ല, ഡോക്ടർക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും മുന്നേ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. If we do not get the answer for specific queries, did we provide the desired care? Did we give the right advice? It will be difficult for hospital to improve the patient's experience. അപ്പൊ ഇവിടെയും എന്താണ് ഡോക്ടേഴ്സിന് മുമ്പിലും പല ചോദ്യങ്ങളും വരികയാണ്. ഓക്കെ, ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഗവർണറായി നടത്തിയത്, ഇൻ കേസ് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കെയറാണോ കൊടുത്തിരിക്കുന്നത്, നല്ലൊരു അഡ്വൈസ് തന്നെയാണ് കൊടുക്കാൻ കഴിഞ്ഞേക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഓരോ സംശയങ്ങൾ ഡോക്ടറുടെ മൈൻഡിലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. One of the best way to improve it is by engaging with the patients and addressing their problems correctly after every interaction. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രാവശ്യം കണ്ടിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ തമ്മിൽ നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെ, ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കുറിച്ചിട്ടുള്ള ധാരണകൾ ആ ഡോക്ടറിനുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്, പേഷ്യൻസ് അല്ലെ പ്രോബ്ലംസ് കറക്റ്റിലായിട്ട് എവരി ഇന്ററാക്ഷൻസ് ഓരോ സമയത്തും ഇങ്ങനെ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു എന്താണ് ഇന്ററാക്ഷൻ അവരെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം വല്ലപ്പോഴും വന്ന് ജസ്റ്റ് ഒന്ന് പോകുന്ന ഡോക്ടേഴ്സ് ആണ് ഡോക്ടറിനെ കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ കുറച്ച് സമയം യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ, പേഷ്യന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് തൃപ്തികരമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് ഡോക്ടറിനും രോഗനിർണയം നടത്താനും മരുന്നുകൾ നിശ്ചയിക്കാനായിട്ടും ബുദ്ധിമുട്ടേറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പേഷ്യൻസ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക. കുറച്ച് സമയം കൂടുതൽ സമയം അലോട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ എന്താണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും അല്ലെ അവിടെ ഡോക്ടറായിട്ട് വിസിറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു പിരിമിഡും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒരു പിരിമിഡ് വായിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകാതില്ല, ജസ്റ്റ് നോക്കുക.
ഓക്കെ, അപ്പൊ നിങ്ങള് പിരിമിഡ് വായിച്ചാണ് അല്ലെ? ഇത് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പേഷ്യന്റ് സെൻട്രിക് സർവീസ്, അതായത് പേഷ്യന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സർവീസുകൾ അവിടെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? പേഷ്യന്റിന് നല്ലൊരു അനുഭവമായിരിക്കും അല്ലെ? പേഷ്യന്റിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഒരു എന്താണ് സെന്ററിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു അനുഭവമായിരിക്കും. നെക്സ്റ്റ് പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് എക്സ്പീരിയൻസ്. വീണ്ടും പേഷ്യന്റിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുമ്പോഴൊക്കെ അല്ലെ നല്ലൊരു അനുഭവജ്ഞാനം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സാവകാശം ഉണ്ടാകും. കുറച്ച് സമയമെങ്കിലും ഡോക്ടർ പേഷ്യന്റിനോടൊപ്പം ചേർന്ന് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഒരു സമയം ഉണ്ടാവും. അവര് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇൻ കേസ് അല്ലാത്ത പക്ഷം ഡോക്ടറും സാറ്റിസ്ഫൈഡ് അല്ല, രോഗിയും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണോ ചികിത്സ ലഭ്യമാക്കിയത് എന്നുള്ളൊരു ഡൗട്ട് പേഷ്യന്റിനും ഉണ്ടാവും. അതേമാതിരി തന്നെ ഡോക്ടർക്കും നമ്മൾ കൊടുത്ത അഡ്വൈസ് ഒക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഇതിന്റെ രോഗം കാര്യങ്ങളൊക്കെ മെഡിസിൻസിന്റെ ആ ഒരു പോർഷനൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഇത് മാറണമെങ്കിൽ ഒരു നിശ്ചിത സമയം തന്നെ അവർക്ക് അലോട്ടേറ്റ് കൊടുക്കണം അല്ലെ? പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സർവീസ് അവർക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് കൂടുതലാവാനായിട്ടുള്ള സാധ്യത. എന്താണ് പേഷ്യന്റ് ജേർണി ആൻഡ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെയും നമുക്കറിയാം ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ്. ഓക്കെ, നമുക്ക് എപ്പോഴും അറിയാം രോഗികൾക്ക് ഈ പ്രാക്ടീസിൽ ഇടപെടുകാനായിട്ടുള്ള ഒരു അവസരം കൂടി കൊടുക്കാം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നല്ലൊരു അനുഭവം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ ഇപ്പോ അനുഭവങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് വരുമ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം അല്ലെ? എന്നാ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ മഴ കൊണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടാണോ? അപ്പൊ നല്ലൊരു അല്ലെ അവരായിട്ടൊരു അതായത് പേഷ്യന്റ് ആയിട്ട് തമ്മിൽ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് റിപ്ലൈ പറയും. അപ്പൊ എന്താണ് ബെറ്റർ എക്സ്പീരിയൻസിൽ അതുവഴി അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. തന്നെ അതിലേക്ക് പറയുന്നത് പാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ടു സ്ട്രീംലൈൻ hospital process, patient registration, appointment scheduling, generating this, publishing and tablet test reports, settings of reminders, etc. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്താണ് അവിടെ രജിസ്ട്രേഷൻ കൗണ്ടർ മുതൽ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ, ജനറേറ്റഡ് ഡേറ്റ്സ്, പബ്ലിക് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്, സെറ്റിംഗ് റിമൈൻഡേഴ്സ്. തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന എല്ലാ ക്രമങ്ങളും റിസപ്ഷനിസ്റ്റിന്റെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഷീറ്റ് എടുക്കൽ മുതൽ ഡോക്ടറെ കാണാതെ അതിനുശേഷം ടെസ്റ്റിംഗ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് പറയും, ബില്ലടയ്ക്കാൻ പറയും അല്ലെ? അതേമാതിരി തന്നെ ആ റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ അല്ലെ പേഷ്യന്റിനെ കേന്ദ്രീകൃതമായിട്ട് വരുമ്പോൾ പേഷ്യന്റ് ഓക്കെയാണ് അല്ലെ? എനിക്ക് വേണ്ടിയിട്ട് അവിടെ അവര് ഓരോരോ വർക്കുകൾ ചെയ്യുന്നു എന്നുള്ളൊരു മനോഭാവമായിരിക്കും പേഷ്യന്റ് ഉണ്ടാവുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് എ പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. അവിടെ പറയുകയാണെന്നുള്ള പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ അല്ലെ? വ്യക്തിപരമായിട്ടുള്ള ഒരു കെയർ അവിടെ കൊടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പൊ എപ്പോഴും പേഷ്യന്റിന് ഫോക്കസ് ചെയ്തിട്ട് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ രീതിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. റീഡ് ഔട്ട് ടു പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെന്റ് ചാനൽസ്. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്, ഇതിന്റെ രീതിയിൽ ഇങ്ങനെ മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഡയറ്ററി കൺട്രോൾ, ഭക്ഷണത്തിന്റെ കൺട്രോൾ ഒക്കെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് അവർക്ക് നമുക്കറിയാം ഡോക്ടേഴ്സിന്റെ ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അത് വ്യക്തമായിട്ട് വായിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ? അത് കൃത്യമായിട്ട് തന്നെ വായിച്ചു കൊടുക്കാൻ നോക്കാം. കണ്ടന്റ് പേഷ്യന്റ് സർവേ ടു കളക്ട് വേരിയബിൾ ഫീഡ്ബാക്ക്, അതായത് നല്ല നല്ല ഫീഡ്ബാക്കുകളെല്ലാം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Try to understand how patients have received the quality of care given. Okay, അവിടെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം
എന്താണ് ഗുണമേന്മയോട് കൂടിയിട്ട് അല്ലെ ഹൗ പേഷ്യൻസ് പ്രസിദ്ധ ക്വാളിറ്റി ഓഫ് കെയർ given. അപ്പൊ അവിടെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് തോന്നുന്നത് അല്ലെ അവിടെ പേഷ്യന്റ് ക്വാളിറ്റി ഓഫ് കെയർ given എന്ന് പറയുമ്പോൾ ഗുണമേന്മയുള്ള കെയർ എങ്ങനെ പ്രദാനം ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യും. നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റിന്റെ ഏരിയ തുടങ്ങി ഗുണമേന്മയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷർ. അതേമാതിരി തന്നെ എന്താണ് അവിടെയുള്ള അല്ലെ പങ്കാളികളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് സാധിക്കുക. ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷർ ഇപ്പോഴും എന്താണ് ഗുണമേന്മ മെഷർ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പുനരാവിഷ്കരണമൊക്കെ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു ബെറ്റർ ഇംപ്രൂവ്മെന്റ് അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റ് എക്സ്പീരിയൻസിന്റെ അനുഭവം മെച്ചപ്പെട്ട് വരാനൊക്കെ ആയിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാം ഒരു രോഗം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കണം. അതോടൊപ്പം തന്നെ അസുഖങ്ങൾക്ക് ഒരു ശമനം വേണം. ഏറ്റവും മോസ്റ്റ്ലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ ചെല്ലുന്ന ഡോക്ടറുടെ അടുത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. കാരണം നമുക്ക് പറയാനുള്ളതൊന്നും കേൾക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഡോക്ടറിന് നമ്മളെ അനലൈസ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും വായിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെ അതൊക്കെ വായിച്ച് പേഷ്യന്റിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും. അത് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, എങ്ങനെ ഡൗട്ടുകൾ ഉണ്ടോ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്തിരി ചൂടണം വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുണ്ടെങ്കിൽ തോക്കാൻ പഠിക്കും പോകുന്നത്. അതുകൊണ്ടാണ് മാറുന്നില്ല. കുഴപ്പമില്ലാതെ പോവുകയായിരിക്കും. ക്ലാസ്സിലെ ഏതെങ്കിലും ഭാഗമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ്സിലെ എവിടെയെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ അതിനോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, മിസ് ഇംപ്രൂവ്മെന്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ഒന്നുകൂടി പറയോ? ഇപ്പൊ പറഞ്ഞ എക്സ്പീരിയൻസ്. ഓക്കെ, അതായത് ആദ്യത്തെ കാര്യം പറയുന്നത് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും. അതായത് കേന്ദ്രീകൃതമായിരിക്കാം. ഹോസ്പിറ്റലിൽ ഇപ്പോ ചെല്ലുമ്പോ തന്നെ അവർക്ക് എല്ലാ ഇൻഫോർമേഷൻസും പ്രോസസ് പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ മുതൽ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അതായത് എന്താണ് ഹോസ്പിറ്റലിലെ പ്രോസസ് പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ ആണെങ്കിലും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ആണെങ്കിലും ബില്ലിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്താണ് ഒരു പേഷ്യന്റിന്റെ ഒരു ചാർട്ട് എന്ന രീതിയിൽ കേന്ദ്രീകൃതമാകുമ്പോൾ അവര് ഓക്കെ ആയിരിക്കും അല്ലെ. അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണെങ്കിലും അവർക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും. അതിലെല്ലാം ഉൾപ്പെടും പേഷ്യന്റ് രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, ജനറേറ്റിംഗ് ബില്ല്, പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്, ഇതിലെല്ലാം തന്നെ ആ ചാർട്ടില് അല്ലെ. ഇപ്പൊ നമുക്കറിയാം സിസ്റ്റത്തിലായിരിക്കും. ആ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ തീർച്ചയായിട്ടും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വെരിഫിക്കേഷൻ എന്തെങ്കിലും അനലൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡർ പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ അല്ലെ. ഒരു വ്യക്തിപരമായിട്ടുള്ള കെയർ കിട്ടാനായിരിക്കണം ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കും. ആ രീതിയിൽ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു കെയർ കൊടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിക്കണം. ഡോക്ടർ ചെല്ലുമ്പോൾ തന്നെ കോമൺ ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് നമുക്കൊരു ചുമയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ചുമയുടെ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പേഷ്യന്റിന്റെയും ചുമയോടൊപ്പം വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ അനുഭവം കേൾക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്താണ് ഡോക്ടേഴ്സിന് ഉണ്ടാവും. എങ്കിൽ മാത്രം അവര് തൃപ്തികരമായിട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ അനുഭവം ഓക്കെ നമ്മളെ മനസ്സിലാക്കി എന്നുള്ളൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ആയിരിക്കും അവർക്ക് തൃപ്തി എന്നുള്ള ഫീലിങ്സ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ ആണ് ലഭ്യമാണ്. Then read out the patients and communicate with the online different channels. അതായത് നമുക്കറിയാം ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ.
അപ്പൊ തീർച്ചയായിട്ടും അത് റീഡ് ഔട്ട് കൂടി ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, ഇന്ന മെഡിസിൻ ഇന്ന സമയത്ത് കഴിക്കാം, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇന്ന മെഡിസിൻ കഴിക്കാം, അല്ലെങ്കിൽ 3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ അല്ലെ, അങ്ങനെ ഒന്ന് വ്യക്തമാക്കിയും കൂടി കൊടുക്കുമ്പോഴെന്താണ് അവര് സാറ്റിസ്ഫൈഡ് ആയത്. Then conduct a patient survey to collect എന്താണ് വാല്യുബിൾ ഫീഡ്ബാക്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം, സർവേ നടത്തി കഴിയുമ്പോൾ അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതെന്തെങ്കിലും കറക്ഷൻ ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. Then try to understand how patients perceive the quality of a care given. Okay, അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം പേഷ്യന്റ് എങ്ങനെയാണ് അല്ലെ, കൂടുതലായിട്ട് നമുക്കറിയാം എങ്ങനെ കാണുന്നു അല്ലെ, ക്വാളിറ്റി ആയിട്ടുള്ള കെയർ എങ്ങനെയാണ് അതിനെ കാണുന്നത്. പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് നല്ലൊരു സേവനം ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നഴ്സുമാരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദം ചെയ്ത് അവരെ മനസ്സിലാക്കി വിടുന്നുണ്ടാവാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും അവർക്ക് അല്ലെ പേഷ്യന്റിന് നല്ല ക്വാളിറ്റി ഉള്ള കെയർ ആയിട്ട് കിട്ടിയെന്നുള്ള ഒരു കാര്യം ഓർമ്മയിൽ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പരമാവധി ട്രൈ ചെയ്യാം. Then discuss with the stakeholders and implement quality measures. അതായത് പങ്കാളികളുമായിട്ട് ചർച്ച നടത്തിയിട്ട് നല്ലൊരു ക്വാളിറ്റി അല്ലെ, നമ്മളിപ്പോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള പങ്കാളികളുമായിട്ട് ചർച്ചകൾ നടത്തി ഒരു ഫീഡ്ബാക്ക് കണ്ടു കഴിയുമ്പോൾ അവര് പറയാണ് ഇവിടെ തിരക്കാണ്, അതല്ലെങ്കിൽ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി, ബില്ലിംഗ് സെക്ഷനിലാണെങ്കിൽ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീഡ്ബാക്കുകളാണ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡിസിഷൻ എടുക്കും അല്ലെ. അവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ആയിട്ടായിരിക്കും അവർക്ക് ഒരു ഡിസിഷൻ പവറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തിയതിനു ശേഷം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.